സാക്ഷി നമ്മൾ ദ ആൻഡ് ദി എന്ന് കേൾക്കലില്ലേ, അതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താ? രണ്ടും ശരിയാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ മാറും. അതായത് നമ്മൾ ദയും ദിയും എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയുവാണല്ലോ. ഇപ്പം ഒരു ആപ്പിൾ എന്ന് പറയുമ്പം ആൻ ആപ്പിൾ എന്ന് പറയാം. നമ്മൾ ഏത് ആപ്പിളിനെ പറ്റിയാണ് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയുന്ന സമയത്താണ് നമ്മൾ ദ ആപ്പിൾ അല്ലെങ്കിൽ ദി ആപ്പിൾ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദ ആണോ ദി ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏത് വേർഡിന്റെ മുന്നേ ആണ് ദയും ദിയും യൂസ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ആപ്പിൾ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ആപ്പിൾ എന്നുള്ളതിന്റെ സ്റ്റാർട്ടിങ് ഒരു വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിന്റെ മുന്നേ നമ്മൾ ദി ആണ് യൂസ് ചെയ്യുക, ദി ആപ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ ബ സൗണ്ട് ആണ്, കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ ഇതിന്റെ മുന്നേ ആണെങ്കിൽ നമ്മൾ ദ ബോട്ടിൽ, ദി ബോട്ടിൽ എന്ന് പറയില്ല, ദ ബോട്ടിൽ എന്നാണ് പറയുന്നത്. ഇത് എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു യൂണിവേഴ്സൽ റൂൾ അല്ല. ദി ബോട്ടിൽ എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. വേറൊരു സ്ഥലത്ത് നമ്മൾ ദി യൂസ് ചെയ്യും. എവിടെയാണെന്നറിയോ? ഏറ്റവും അധികം സ്ട്രെസ് കൊടുത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വവലോ കോൺസണന്റോ എന്നുള്ള ഡിഫറൻസ് ഇല്ല, അവിടെ നമ്മൾ ദി തന്നെയായിരിക്കും പറയാ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ റൂം, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദി ആണ് യൂസ് ചെയ്യുക. ഇതാണ് ദയും ദിയും പിന്നെ ഉള്ള ഒരു വ്യത്യാസം. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു സിമ്പിൾ സെന്റൻസ് മലയാളത്തിൽ പറയാം. അതിന്റെ എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ പൂച്ചേനെ കണ്ടു. I saw the cat. I saw the cat. Okay, അത് കാരണം നമുക്ക് the cat ആണ്, ക സൗണ്ട്, കോൺസണന്റ് ആണ്. ഓക്കെ, അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെ നമ്മളിപ്പോ ഈ വേർഡ് ഉപയോഗിച്ച് പറയാം? She is the only one who knows that. The only one, the വന്നല്ലോ. അപ്പൊ ഇവിടെ ഓൺലി, അപ്പൊ ഓ സൗണ്ട് ആണല്ലോ, അത് വവൽ ആയതുകൊണ്ട് the only. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സെന്റൻസ് നോക്കിയാലോ? എന്നാൽ നമുക്ക് ഓഡിയൻസിന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. അവള് ജനൽ തുറന്നു. അപ്പൊ ഷീ ഓപ്പൺഡ് ഡാഷ് വിൻഡോ. ദ വിൻഡോ ആണോ ദി വിൻഡോ ആണോ? ദ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ എന്ന് കോമെന്റ് ചെയ്യും, ദി വിൻഡോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എന്ന് കോമെന്റ് ചെയ്യും.